ഹായ് PSC ആസ്പിരൻസ്, പുതിയൊരു സ്റ്റഡി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ കമ്പനി ബോർഡ് LGSന് വേണ്ടി സിലബസ് കവർ ചെയ്യാൻ ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കൊരു ബ്ലോഗ് ഇട്ടപ്പം 2-3 പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പഴയ റാങ്ക് ഫയലാണോ യൂസ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലക്ഷ്യയുടെയും ടാലൻറ്റിൻ്റെയും പഴയ റാങ്ക് ഫയൽ തന്നെയാണ് എൻ്റെ കയ്യിരിക്കുന്നത്. പിന്നെ ഞാനത് മാറ്റാൻ നിന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു റാങ്ക് ഫയൽ എടുത്താലും അതിന് ബേസിക്കായിട്ട് പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ സെയിം തന്നെയായിരിക്കും. അപ്പം പഴയ റാങ്ക് ഫയലുള്ളവർ അത് തന്നെ പഠിച്ചാൽ മതിയാവും. ബട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് നോട്ടാക്കി പഠിക്കേണ്ടി വരും. അപ്ഡേഷൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് എഴുതിയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ റാങ്ക് ഫയൽ തന്നെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മാർത്താണ്ഡവർമ്മ, അങ്ങനെയുള്ള കുറേ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന നിർമ്മാണ സഭ, അതുപോലെ തന്നെ ഫിസിക്സ്, ചലനം, അതുപോലെ ഓരോ ടോപ്പിക്ക് നിങ്ങളെടുത്ത് കൊടുത്താൽ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ സെയിം ആയിരിക്കും. പിന്നെ കറണ്ട് അഫേഴ്സ് മാത്രം നമ്മൾ കുറച്ചും കൂടി ഇപ്പോഴത്തെ കാര്യങ്ങൾ 2024 മുതലുള്ള കാര്യങ്ങൾ കമ്പൾസറി ആയിട്ടും പഠിച്ചിരിക്കണം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, അപ്ഡേഷൻസ് വരുമെന്ന് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SCERT ടെക്സ്റ്റിലുള്ള കുറച്ച് കണ്ടൻറ്റുകൾ, ന്യൂ കണ്ടൻറ്റുകൾ പുതിയ റാങ്ക് ഫയലിൽ കാണും. പക്ഷേ എങ്കിൽ ഞാൻ SCERT ടെക്സ്റ്റ് ഓൾറെഡി നോക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ റാങ്ക് ഫയൽ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പഴയ റാങ്ക് ഫയലുള്ളവർ അത് പഠിച്ചാൽ മതിയാവും. അതിന് നിങ്ങൾക്കിപ്പം പുതിയത് തന്നെ വേണമെന്നുള്ളവരാണെങ്കിൽ പുതിയത് വാങ്ങിച്ച് പഠിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ SCERTയിലേക്ക് റാങ്ക് ഫയൽ മാത്രം കിട്ടും സെപ്പറേറ്റ് വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെ വാങ്ങിച്ച് പഠിക്കുന്നതും കൂടുതൽ നല്ലതായിരിക്കും. കാരണം പഴയത് തന്നെ വാങ്ങിച്ചിട്ട് കുറച്ച് കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമുക്ക്. അപ്പോൾ പുതിയ SCERTയിലെ റാങ്ക് ഫയൽ വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് റിലേറ്റഡ് ഫാക്റ്റ് എത്ര പഠിക്കണം, മെയിൻസ് ലെവലിലുള്ള PYQ പഠിക്കണോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ LGS എക്സാമിന് വേണ്ടി 2021 10th പ്രിലിംസ് മുതലുള്ള 2025 വരെയുള്ള 10th പ്രിലിംസിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതിന് ശേഷം നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ആഡ് ചെയ്ത് പഠിക്കുക. കാരണം ഞാൻ ഈ 10th പ്രിലിംസും 10th മെയിൻസും കൂടെ മിക്സ് ചെയ്താണ് പഠിക്കുന്നത്. രണ്ടും നോക്കിയാണ് പോകുന്നത്. കാരണം ഞാൻ മെയിൻസ് പ്രിപ്പറേഷനും കൂടെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും ഓൾറെഡി ഞാൻ കുറേ സിലബസ് ഇങ്ങനെ നോക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് രണ്ടിൽ നിന്നും പഠിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഉറപ്പായിട്ടും 10th പ്രിലിംസിൻ്റെ സിലബസിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം 2021 മുതലാണ് പ്രിലിംസ് തുടങ്ങിയിട്ടുള്ളത്. അത് മുതൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. പിന്നെ നോട്ട് പ്രിപ്പറേഷൻ, ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്. വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നോട്ടുകൾ കാണിച്ചു തരാറുണ്ട്. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വ്ളോഗ്സിലൊക്കെ ഞാൻ നോട്ട് നോക്കിയാണ് പഠിക്കുന്നത്. പിന്നെ അഡീഷണൽ പോയിൻ്റ് ആഡ് ചെയ്യാൻ മാത്രമാണ് ഞാൻ റാങ്ക് ഫയലും കൂടെ വായിച്ച് പോണത്. കാരണം റാങ്ക് ഫയൽ വായിക്കുമ്പോൾ നമുക്ക് നോട്ടിൽ വായിച്ച കാര്യങ്ങൾ ഒന്നും കൂടി വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവുകയും നമ്മുടെ മൈൻഡിൽ സെറ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് റാങ്ക് ഫയൽ വീണ്ടും വായിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കണ്ടൻറ്റ് ഞാൻ പറഞ്ഞ കണക്ക് പഴയ സിലബസ് കണ്ടൻറ്റുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പുതിയ വല്ല കറണ്ട് അഫേഴ്സും അതിന് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഞാൻ നോട്ടിൽ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു സിലബസ്, ഒരു ടോപ്പിക്ക് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാണ് LGS എക്സാമിന് വേണ്ടി പെട്ടെന്ന് നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റും. കാരണം കുഞ്ഞു ടോപ്പിക്സ് ആയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. 8-10 മണിക്കൂറൊന്നും ഞാൻ പഠിക്കുന്നില്ല. എനിക്ക് കിട്ടുന്ന ടൈമിൽ കുറച്ച് ടോപ്പിക്സ് ആയിട്ട് ഞാൻ ഡെയിലി പഠിച്ചു പോവാണ്. അപ്പം ചിലപ്പോൾ ഒരു ടോപ്പിക്സ് 3 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ തീർക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഒരു ടോപ്പിക്സ് എത്രയാണോ പഠിക്കാൻ. ചിലർക്ക് ഒരു ടോപ്പിക്സ് ഒരു ദിവസം കൊണ്ട് തന്നെ പഠിച്ച് തീർക്കാൻ പറ്റും. ചിലർക്കത് 2 ദിവസം വേണ്ടി വരും, ചിലർക്കത് 3 ദിവസം വേണ്ടി വരും, ചിലർക്കത് മണിക്കൂർ ടൈം ഒരു ദിവസം കൂടുതൽ പഠിച്ചവരത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്നിപ്പം 2-3 കമൻസ് വന്നതിൻ്റെ റിപ്ലൈ പറഞ്ഞതേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്സിൽ. എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.